അപ്പോയിൻമെൻ്റ് ഓർഡർ 1 മാസത്തിനകം വരും. പിന്നെ ട്രെയിനിങ്, പോസ്റ്റിംഗ് എല്ലാം കൂടി 1 വർഷം എടുക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബേബിച്ചാൻ പറഞ്ഞു തന്നെ ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ അതിവിടെ തന്നെ ആയിക്കൂടെ? നാട്ടിലിപ്പോൾ മമ്മി മാത്രമേ ഉള്ളൂ. പിന്നെ ബന്ധുക്കളെന്ന് പറയാൻ മമ്മിയുടെ ബ്രദറും സിസ്റ്ററുമാണ്. ഒരാൾ ബാംഗ്ലൂരിലും ഒരാൾ കൽക്കട്ടയിലുമാണ്. അവർ വന്നാലായി വന്നില്ലെങ്കിലായി. മമ്മി വീട് വിൽക്കാത്തതിൻ്റെ നീരസം അവർക്ക് ഇപ്പോഴും ഉണ്ട്. വിവാഹം കഴിഞ്ഞ് നാട്ടിൽ പോയി മമ്മിയുടെ അനുഗ്രഹം വാങ്ങിയാൽ മതിയല്ലോ. ഞങ്ങളുടെ കുടുംബക്കാർ മുഴുവനും നാട്ടിലാണ്. ഈ തലമുറയിലെ അവസാനത്തെ കല്യാണവും ഇവൻ്റെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൂടാൻ താല്പര്യമുണ്ടാവും. അവരെല്ലാം വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ വെച്ച് നടത്തുന്നതാണ് നല്ലത്. മമ്മിക്കും പങ്കെടുക്കാമല്ലോ. ആ, ബേബിച്ചായൻ പറഞ്ഞതാ ശരി. നാട്ടിൽ വെച്ച് നടത്തുന്നേ നല്ലത്. എനിക്ക് നാളെ ഒന്ന് ഡൽഹിക്ക് പോകണം. ഒരാഴ്ച എനിക്ക് കുറേ പേഴ്സണൽ ജോലികളുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഉടനെ ഫിലിപ്പോസ് അച്ഛനെ കണ്ട് ദിവസം ഉറപ്പിക്കാം. കുട്ടി മമ്മിയെ വിളിച്ച് കാര്യം പറയും. അന്നാമ്മ ഞാൻ അവിടെ പോയി കണ്ടോളാം. ഹലോ ഹലോ ആ, ട്രാഫിക് ജാം കാരണം ഞാൻ അല്പം ലേറ്റായി. പിക്കപ്പ് ഏരിയയിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുക. ആ, ഓക്കെ. എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്ത് തീർത്താൽ മതി. എനിക്ക് നാട്ടിൽ പോയിന്ന് മമ്മിയെ കാണണം. കല്യാണം കഴിഞ്ഞ ഇങ്ങോട്ടുള്ളൂ. ഇല്ല, എന്തായാലും ഞാൻ വരും. കല്യാണത്തിന് മുമ്പ് നമുക്ക് പോരണ്ടേ? ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? ഓ, ഊട്ടിയിലാകെ തണുപ്പ് മഴയൊക്കെയാ. എങ്ങനെയൊക്കെയാ തീർത്തെടുത്തു. ഹലോ, അനു. ആ, താങ്ക് യു. ടിക്കറ്റ് ഓക്കെ. ഹോസ്പിറ്റലിൽ കാര്യം എന്തായി? ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവിടെ ആരും എടുക്കുന്നില്ല. മമ്മിയോട് പല പ്രാവശ്യം പറഞ്ഞത് ഇങ്ങോട്ട് പോരാൻ. ആര് കേൾക്കാൻ? ഗീത മരിച്ച ശേഷം ആരോടും മിണ്ടിയിട്ടില്ല. ബൈബിളും കെട്ടിപ്പിടിച്ച് മുറിക്കകത്ത് ഇരിപ്പ് തന്നെ. അനൂപിനറിയാലോ, ആ വീട്ടിലാകെ ഒരു ശ്മശാന മൂകതയാ. ഗീത മരിച്ച ശേഷം അവിടെ കഴിയാൻ പെട്ട കഷ്ടപ്പാട് എനിക്കേ അറിയൂ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അവിടെ ചെന്ന് തീരുമാനിക്കാം കാര്യങ്ങളൊക്കെ. കം.